കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള കർശന നടപടി തുടരുമെന്ന് റവന്യൂ വകുപ്പ്. നിലവിൽ ഏറ്റെടുത്തിരിക്കുന്ന ഭൂമിയിലെ കയ്യേറ്റമെന്നറിയാതെ ചെറിയ പ്ലോട്ടുകൾ വാങ്ങിയവർ അർഹതപ്പെട്ടവരാണോ എന്ന് പരിശോധിച്ച് അർഹതയുണ്ടെന്ന് കണ്ടെത്തിയാൽ പതിച്ചു നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനൊപ്പം സാധാരണക്കാരായ ആളുകൾക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും അതാണ് സർക്കാരും റവന്യൂ മന്ത്രി കെ രാജനും നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നും റവന്യൂ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നിലവിൽ റവന്യൂ വകുപ്പ് ചിന്നക്കനാലിൽ ഏറ്റെടുത്ത ഭൂമിയിൽ കയ്യേറ്റക്കാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട പലരും റവന്യൂ ഭൂമിയല്ലെന്ന് അറിയാതെ വില കൊടുത്തു വാങ്ങിയവരാണ്. ഇതിൽ 10 സെന്റ് മുതൽ 50 സെന്റ് വരെ ഭൂമി വാങ്ങിയവരുണ്ട്. ഇവരുടെ വിവരങ്ങൾ വിശദമായി പരിശോധിക്കും. അർഹതപ്പെട്ടവരെന്ന് കണ്ടെത്തിയാൽ ഇവർക്ക് പട്ടയം നൽകുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ സന്തോഷ് പറഞ്ഞു. ശക്തമായ നടപടിയാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. ചിന്നക്കനാൽ വില്ലേജിൽ ധാരാളം ആളുകളുണ്ട്, ലായങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊന്നും പട്ടയം കൊടുക്കുന്ന ഈ സർക്കാരിൻ്റെ നയം തന്നെ ഈ ഭൂരഹിതരായ ആളുകൾക്ക് പട്ടയം കൊടുക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം. അങ്ങനെയാണ് സർക്കാർ നമ്മളോട് നിരന്തരം നമ്മളെ റവന്യൂ മിനിസ്റ്ററായ രാജമിനിസ്റ്ററായിരുന്നാലും മുഖ്യമന്ത്രിയായിരുന്നാലും ഇവിടെ അവർ നടത്തിയ മീറ്റിങ്ങുകളിലൊക്കെ നമ്മളെ ചുമതലപ്പെടുത്തിയത് സർക്കാർ ഭൂമി പാവപ്പെട്ട ആളുകൾക്ക് പതിച്ചു കൊടുക്കണം എന്ന ഒരു നിലപാടാണ് സർക്കാരിനുള്ളത്. സർക്കാർ ഭൂമി പാവപ്പെട്ട ആളുകൾക്ക് പതിച്ചു നൽകണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. ഇക്കാര്യം മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രി കെ രാജനും വിവിധ മീറ്റിംഗുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അതിന്റെ നടപടികൾ തുടരുമെന്നും ഒപ്പം ചിന്നക്കനാലിലെ വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള നടപടികൾ തുടരുമെന്നും വില്ലേജ് ഓഫീസർ വ്യക്തമാക്കി. സിറ്റി വിഷൻ, ചിന്നക്കനാൽ.